ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം തിരിച്ചു പറക്കുന്നു. കാരണം വ്യക്തമല്ല. ഇറാൻ വ്യോമാതിർത്തി വരെ പോയ ശേഷമാണ് വിമാനം മടങ്ങിയത്. ടി.ജി. സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, എന്താണ് സംഭവിക്കുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കാരണം വ്യക്തമല്ല. അത് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റ് തിരികെ പറക്കുന്നു എന്നത് ഫ്ലൈറ്റ് റഡാറിലും ആ സിഗ്നൽ വഴി തന്നെ വ്യക്തമാണ് താനും. ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലൈറ്റ്. AIC 129 എന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് ഇപ്പോൾ തിരികെ പറക്കുന്നത്. രാവിലെ 5:39 മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടതാണ്. ലണ്ടനിൽ 10:15 രാവിലെ 10:15 എത്തേണ്ട വിമാനമാണ്. പക്ഷേ അത് ഇതുവരെയും അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, അത് തിരികെ പറക്കുന്നു എന്നാണ്. നമുക്കതിൻ്റെ റൂട്ടിലേക്ക് പോകാം. ഇതാണ് മുംബൈ വിമാനത്താവളം. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും രാവിലെ 5:15 പുറപ്പെട്ട വിമാനം അത് സഞ്ചരിച്ച പാതയാണ് നമുക്ക് കാണാനാവുന്നത്. അത് സഞ്ചരിച്ച് ഏറെക്കുറെ അറേബ്യൻ കടലിലൂടെ മുകളിലൂടെ സഞ്ചരിച്ച് ഇസ്രയേലിന് സമീപത്ത് എത്തി എന്ന് വേണം കരുതാൻ. അതായത് പൂർണ്ണമായും സീ ക്രോസ് ചെയ്തില്ല. പക്ഷേ അവിടെ വെച്ച് തന്നെ അത് വീണ്ടും ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഡൈവേർട്ട് ചെയ്ത് അതേ റൂട്ടിൽ തന്നെ തിരികെ വന്നു എന്നതാണ് സംഭവിക്കുന്നത്. പിന്നെ അതേ റൂട്ടിൽ തന്നെ തിരികെ വന്ന ആ വിമാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ റൂട്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതായത് മുംബൈ വിമാനത്താവളത്തിന് തന്നെ അതായത് മുംബൈ തീരത്തിന് സമീപത്ത് കടലിന് മുകളിലായി ഇപ്പോൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് AIC 129 എന്ന ഈ വിമാനം. ഇതിൻ്റെ കാരണം വ്യക്തമല്ല. കഴിഞ്ഞ കുറേ സമയങ്ങളായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഈ ഒരു പാതയിലൂടെ തന്നെ ഇതിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരികെ വന്ന പാതയാണ് നമുക്ക് കാണാനാവുന്നത്. തിരികെ വന്നത് ഇന്ത്യൻ കോസ്റ്റിനോട് ചേർന്ന് മുംബൈ വിമാനത്താവളത്തിന് സമീപത്തായി വന്ന് പലവട്ടമായി വീണ്ടും ഇവിടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം വ്യക്തമല്ല. 2-3 കാരണങ്ങൾ നമുക്ക് അനുമാനിക്കാം. ഒന്ന്, ഇപ്പോൾ പുതിയതായി ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വ്യോമ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നിയന്ത്രണം അതൊരു പക്ഷേ ഇതിന് കാരണമായേക്കാം എന്ന ഒരു അനുമാനമുണ്ട്. പക്ഷേ കാരണം ഔദ്യോഗികമായി വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത്രയധികം ദൂരം തിരിച്ചു പറന്ന വിമാനം ഇനി മറ്റൊരു മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള സാധ്യത വിരളമെന്ന് കരുതാം. കാരണം അത് യാത്ര ചെയ്യാനുള്ള ഏറെക്കുറെ ഇന്ധനം ഇതിനകം തന്നെ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ വീണ്ടും അത് റീഫ്യൂവൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്കാം. അതിനുള്ള സാധ്യതകളാണ്. അത് ഔദ്യോഗികമായ ചില വിശദീകരണങ്ങൾ വേണ്ടി വരും. എന്തായാലും ഇവിടുന്ന് അത് റീറൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വിരളമാണ്. ഇപ്പോൾ ഈ വട്ടമിട്ട് പറക്കുന്ന വിമാനം ഒരുപക്ഷേ മുംബൈ വിമാനത്താവളത്തിലേക്ക് തന്നെ ലാൻഡ് ചെയ്തേക്കാം, തിരികെ ലാൻഡ് ചെയ്തേക്കാം. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നുകൂടി ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഫ്ലൈറ്റ് റഡാർ നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അവ്യക്തമായ ചില കാരണങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് അറിയാം, എയർ ഇന്ത്യ വിമാനങ്ങളുടെ അഹമ്മദാബാദ് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുവിൽ തന്നെ അവരുടെ സുരക്ഷാ പരിശോധന കൂടുതൽ കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന ഈ വിമാനത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സംശയകരമാണ്. അതിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ആര്യ, ടി.ജി. സജിത്താണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ തിരിച്ച് പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇറാൻ വ്യോമാതിർത്തിയിൽ വരെ പോയ വിമാനമാണ് മടങ്ങിയെത്തിയത്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലം വാർത്തകളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സമാനമായ രീതിയിൽ നമുക്കറിയാം, ഇന്ത്യൻ പ്രതിനിധി സംഘം റഷ്യയിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ അവിടെ ഉണ്ടായ വ്യോമാക്രമണ പശ്ചാത്തലത്തിൽ ലാൻഡ് ചെയ്യാൻ കഴിയാതെ പിന്നീട് കുറേ സമയം വട്ടമിട്ട് പറന്നതും കനിമൊഴി അടക്കം ഉണ്ടായിരുന്ന ഒരു സംഘമാണ് അത്തരത്തിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വട്ടമിട്ട് പറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അവിടുത്തെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെയാണോ ഈ ഇറാൻ വ്യോമാതിർത്തി വരെ പോയതിനു ശേഷം ഒരുപക്ഷെ മടങ്ങി വരേണ്ടി വന്നത് എന്ന ഒരു സാഹചര്യം, സാധ്യത അത് മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ആ സാധ്യത മുന്നിലുണ്ട്. അതിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ള വിമാനമാണ്. അതിൻ്റെ തിരിച്ചു പറക്കലിന് കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ടാവാം. അതിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം ദൂരം പോയതിനു ശേഷം തിരികെ വന്നതിൻ്റെ കാരണം എന്നതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ച പരിശോധനകൾ തീർച്ചയായും നടക്കുന്നുണ്ടാവാം. അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ കാരണം വ്യക്തമല്ല. ഈ വിമാനത്തിൻ്റെ സഞ്ചാരപാത സംബന്ധിച്ച പരിശോധനകൾ നടക്കുകയാണ്. ഇതിൽ ഫ്ലൈറ്റ് റഡാർ നൽകുന്ന വിവരമനുസരിച്ച് അത് തിരികെ മുംബൈ തീരത്തേക്ക് തന്നെ വന്നിരിക്കുന്നു. അതിൻ്റെ ലാൻഡിംഗ് സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും ടി.ജി. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.
എന്തായാലും മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തിരിച്ചു പറന്ന് ഇപ്പോൾ മുംബൈ എയർപോർട്ടിന് സമീപം തന്നെ എത്തിയിട്ടുള്ളത്. ഇറാൻ വ്യോമാതിർത്തി വരെ പോയ ശേഷമാണ്, ഇത്രയും ദൂരം സഞ്ചരിച്ച ശേഷമാണ് ഈ വിമാനം തിരികെ മടങ്ങി മുംബൈ എയർപോർട്ടിന് സമീപം തന്നെ എത്തി വട്ടമിട്ട് പറക്കുന്നത് എന്നതാണ് സാഹചര്യം. സജിത്ത്, ഒരു സാധ്യത കൂടി മുന്നിലുള്ളത്, ഇപ്പോൾ വട്ടമിട്ട് പറക്കുന്നത് അതിനകത്തിൽ ഉണ്ടായിരുന്ന, ലണ്ടൻ വരെ പറക്കാനുണ്ടായിരുന്ന ശേഷിയുള്ള ഫ്യൂവൽ അതിനുള്ളിൽ ഉണ്ടല്ലോ, അത് ഇത്തരത്തിൽ അവിടെ തന്നെ വട്ടമിട്ട് പറന്ന് ആ ഫ്യൂവൽ തീർത്തതിന് ശേഷം ഇനി മുംബൈയിൽ തിരികെ ലാൻഡ് ചെയ്യുകയാകാം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്, അല്ലേ?